മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. അതെന്താ പറയുന്നത് വെച്ചാല്, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുന്നക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, കുറേ വർഷങ്ങളായിട്ട്, അതായത് 1972 മുതൽ ഒരു മനുഷ്യൻ ഇന്ത്യയിലെ എല്ലാ കോടതികളും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജെൻഡർ, അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ആളത്ര നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളിയാണ് ഈ പറയുന്ന മഹാൻ. ഇദ്ദേഹം 1972 വരെ സുഗന്ധവ്യഞ്ജനമായിട്ടാണ് വെളുത്തുള്ളിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊട്ടാകെ. ഇത് 2015 മധ്യപ്രദേശിൽ ഒരു തർക്കം ഉടലെടുക്കുകയുണ്ടായി. ആ തർക്കത്തിൽ ജനങ്ങൾ രണ്ട് വിഭാഗമായി പിരിയുകയാണ്. ഒരു വിഭാഗം പറയുന്നു ഇത് പച്ചക്കറി പെട്ട ഒരു ഐറ്റമാണെന്ന്, മറ്റേ വിഭാഗം പറയുന്നു ഇത് സുഗന്ധവ്യഞ്ജനമാണെന്ന്. അങ്ങനെ വീണ്ടും മധ്യപ്രദേശിലെ ഹൈക്കോടതിയിലേക്ക് 2015 വർഷത്തിൽ ഒരു ഫയൽ പോവുകയുണ്ടായി. അങ്ങനെ 2017 ഫെബ്രുവരി മാസത്തിൽ അതിനൊരു ജഡ്ജ്മെന്റ് വരികയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഒരു ജഡ്ജ്മെന്റ് വരികയാണ്. അതെന്താ പറയുന്നത് വെച്ചാല്, ഇത് പച്ചക്കറിയിൽപ്പെട്ടവനല്ല, ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് സുഗന്ധവ്യഞ്ജനമായി തന്നെയാണ് കോടതി കാണുന്നു എന്നാണ് അതിൽ പറഞ്ഞത്. കൂടാതെ അതിനകത്ത് ഒരു വേർഡും കൂടി ചേർക്കപ്പെട്ടു. ഈ വാദങ്ങളും പ്രതിവാദങ്ങളും തർക്കങ്ങളും എങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നാലും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പോലും ഇത് വെളുത്തുള്ളി പച്ചക്കറി ആണ് എന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 2017 സ്റ്റേറ്റ് ഗവൺമെന്റിനെ പച്ചക്കറിയിൽപ്പെടുത്താൻ പോലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആ ജഡ്ജ്മെന്റ് വന്നത്. ഇനി ഇതിന്റെ വിശദീകരണം എന്ത് തന്നെയായാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ല. പാവം വെളുത്തുള്ളി കുടുങ്ങി കിടക്കുകയാണ്. ഇനി ഒരു വിധി ഉണ്ടാകുന്നത് വരെ പച്ചക്കറിയിൽപ്പെട്ട ആളല്ല എന്ന്, അങ്ങനെയാണ് ജഡ്ജ്മെന്റ്. അപ്പോൾ പച്ചക്കറി ആവാൻ സാധ്യത ഉണ്ട് എന്ന് അവിടെ കോടതി പറയാണ്ട് പറഞ്ഞു വെച്ചു. എന്ത് തന്നെയായാലും നമ്മൾ കേരളത്തിലെ ബ്രാഹ്മിൺസ് ഒരു കാരണവശാലും വെളുത്തുള്ളി അവരുടെ ഭക്ഷണക്രമത്തിൽ ഉപയോഗപ്പെടുത്താറേയില്ല. നമുക്കറിയാം, കേരളത്തിലെ ബ്രാഹ്മിൺസ് ഒക്കെ ഇറച്ചിയും മത്സ്യവും മാംസവും ഒക്കെ നിഷിദ്ധമാണ് എന്ന് പറയുന്ന ആളുകളാണ് അവർ. അതായത് അത് മോശപ്പെട്ട ആഹാരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ആ ഇറച്ചിയേക്കാളും മാംസത്തെക്കാളും വളരെ മോശപ്പെട്ട ഭക്ഷണമായിട്ടാണ് അവർ വെളുത്തുള്ളിയെ കാണുന്നത്. അതിനാൽ അവരുടെ ഭക്ഷണത്തിലൊന്നും വെളുത്തുള്ളി ഉപയോഗിക്കാറേ ഇല്ല. പക്ഷേ അവർ പറഞ്ഞൊരു കാരണമുണ്ട്. സവാള, വെളുത്തുള്ളി പോലെയുള്ള ഈ വർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഭക്ഷണത്തോടൊപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. അത്തരം ഭക്ഷണത്തിനായിട്ട് ആ ഒരു ഭക്ഷണത്തിന് നമ്മൾ പറയുന്നുണ്ട്, താമസ ഭക്ഷണം എന്നാണ് മലയാളത്തിൽ വേറൊരു വാക്ക് തന്നെ ഉപയോഗിക്കാറുള്ളത്. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവരിത് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ രക്തനാഡികളിൽ മാലിന്യം അടിഞ്ഞു കൂടുമെന്നാണ് അവർ പറയുന്ന ഒരു കാരണം. യോഗിവര്യന്മാരെല്ലാം അങ്ങനെയാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന്റെ സത്യം ശരിയൊക്കെ അവർ തീരുമാനിക്കട്ടെ. എന്തായാലും കേരളത്തിലെ സദ്യകളിലും എല്ലാ വിഭവങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കിങ് ആണ് നമ്മൾ വെളുത്തുള്ളി എന്നുള്ളത് സത്യം. നമുക്ക് ഒന്നും മറന്നുകൂടാ. എന്തായാലും വെളുത്തുള്ളി പച്ചക്കറിയാണോ സുഗന്ധവ്യഞ്ജനമാണോ എന്നുള്ളത് കോടതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അടുത്ത വിഷയവുമായി, അടുത്ത ചർച്ചയുമായി വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ സ്വന്തം പുന്നക്കാരൻ. ബൈ.